ഹിസ്റ്റോറിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ അതിൻ്റെ ആൻസർ കീ അനാലിസിസ് ആണ് ഇന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെറ്റ് എക്സാം എന്നുള്ളത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ നേടുന്നതിന് വേണ്ടി സെറ്റ് എന്തായാലും നിർബന്ധം ആവും എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 2030 ആകുമ്പോഴേക്കും ഹയർ സെക്കൻഡറിയിൽ മാത്രമല്ല ഹൈസ്കൂളിൽ വരെ ഈ ഒരു സെറ്റ് എക്സാം വിത്ത് പി ജി എക്സാമും അതുപോലെ PG കോഴ്സും അതുപോലെ സെറ്റ് എക്സാമും പാസ്സായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സെറ്റ് എക്സാമിൻ്റെ പ്രാധാന്യം നമ്മൾ കുറച്ച് കാണേണ്ട ഒരു ആവശ്യമില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയവർ എന്തായാലും ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യും എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഹിസ്റ്ററിയുടെ ഏകദേശം ഒരു 10-20 ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാനിന്നിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് combining of separate parts, elements, etc. to form a complex whole are. Elements etc. to form a complex whole are. ഇതിലെ ഫസ്റ്റ് പറയുന്നത് കമ്പൈനിങ് ഓഫ് സെപ്പറേറ്റ് പാർട്സ് എലമെൻറ്റ്സ് എക്സെട്ര ടു ഫോം എ കോംപ്ലക്സ് ഹോൾ ആർ. ഇവിടെ ഇതിൻ്റെ ആൻസറായിട്ട് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സിന്തസിസ് ആണ് ആൻസറായിട്ട് ഇവിടെ പറയുന്നത്. സിന്തസിസ്, ഓപ്ഷൻ എ സിന്തസിസ് ആണ് ആൻസറായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ സേസ് സ്റ്റഡി ദി ഹിസ്റ്റോറിയൻ ബിഫോർ യു സ്റ്റഡി ദ ഫാക്ട്സ്. അപ്പോൾ ആരാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ, ആദ്യം ഒരു ഹിസ്റ്റോറിയനെ സ്റ്റഡി ചെയ്യണം അതിൻ്റെ ഫാക്റ്റ് സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ ആൾ, ഏത് ഹിസ്റ്റോറിയനാണ് ഇങ്ങനൊരു കൊട്ടേഷൻ പറഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ വരുന്നത് തീർച്ചയായിട്ടും ആരായിരിക്കും? EH കാർ. ആൻസർ EH കാറാണ്. ബി ആണ് ആൻസറായിട്ട് പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി ഏജ് ഓഫ് പ്ലാന്റ് ഫോസിൽസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ the age of plant fossils is determined by ഓപ്ഷൻസ് ഉണ്ട്. ഹെറാൾഡറി, അതുപോലെ പാലിയോഗ്രാഫി, സിജില്ലോഗ്രാഫി, പാലിയോബോട്ടണി. നമുക്കറിയാം പ്ലാന്റ്സ് ഫോസിൽസിൻ്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യുന്ന ശാഖ, ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ഏത് ആൻസറായിട്ട് പറയുന്നത്? പാലിയോ ബോട്ടണി എന്ന് കാണാം. പാലിയോ ബോട്ടണി ആൻസറായിട്ട് ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദി ഫോളോയിങ് യൂസ്ഡ് കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ് ഇൻ ഹിസ് സ്റ്റഡി ഓഫ് അറ്റ്ലാന്റിക് റെവല്യൂഷൻ. ഹു എമംഗ് ദി ഫോളോയിങ് യൂസ്ഡ് കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ് ഇൻ ഹിസ് സ്റ്റഡി ഓഫ് അറ്റ്ലാന്റിക് റെവല്യൂഷൻ. ഇവിടെ ആൻസറായിട്ട് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് RW ഫോഗൽ, അതുപോലെ BR പാമർ, ആർതർ മാർവിക്ക്, ബെർണാഡോ ഷിമിറ്റ്. അപ്പോൾ നാലാമത്തേൻ്റെ ആൻസറായിട്ട് പറയുന്നത് PR പാമർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് ഇവിടെ ഒഫീഷ്യൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. റിഗാർഡിംഗ് ദി റിലേഷൻ ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി, ഹു സ്റ്റേറ്റഡ് ദാറ്റ് എ ഹിസ്റ്റോറിയൻ ഓൾവേസ് ഹാസ് എ മാപ്പ് അറ്റ് ഹിസ് എൽബോ. Regarding the relation between history and geography, who stated that a historian always has a map at his elbow. ഇവിടെ ആൻസറായിട്ട് പറയുന്നത്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് പറയുന്നത് ആൻസർ ബി ആണ്. റെണിയറാണ് ഇങ്ങനെയുള്ളൊരു കൊട്ടേഷൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എ ഹിസ്റ്റോറിയൻ ഓൾവേസ് ഹാസ് എ മാപ്പ് അറ്റ് ഹിസ് എൽബോ എന്ന് പറയുന്നത് ആരാണ്?
റെനിയർ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇനി 6th ക്വസ്റ്റ്യൻ, ഇക്വിവലൻ്റ് വേർഡ്സ് ടു ഹിസ്റ്ററി ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഡു നോട്ട് ഇൻക്ലൂഡ്. 6ാമത്തെ ക്വസ്റ്റ്യനായിട്ട് പറയുന്നത് ഇക്വിവലൻ്റ് വേർഡ്സ് ടു ഹിസ്റ്ററി ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഡു നോട്ട് ഇൻക്ലൂഡ്. ആൻസറായിട്ട് 6ൻ്റെ ആൻസറായിട്ട് പറയുന്നത് സിജ് എന്നാണ്. ആൻസർ ഡി, ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇക്വിവലൻ്റ് വേർഡ്സ് ടു ഹിസ്റ്ററി ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഡു നോട്ട് ഇൻക്ലൂഡ് സിജ്. അതായത് ഇതിഹാസ, ജസ്റ്റിസ്, അതുപോലെ താരീഖ് എന്നൊക്കെ നമ്മൾ ഹിസ്റ്ററീസിൽ കേട്ടിട്ടുള്ള വേർഡ്സുകളാണ്. അതുകൊണ്ടാണ് ഇക്വിവലൻ്റ് വേർഡ്സ് ടു ഹിസ്റ്ററി ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഡു നോട്ട് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് സിജായിട്ട് മാറുന്നത്. ഇനി 7th ക്വസ്റ്റ്യനായിട്ട് ഇതിൽ കാണിക്കുന്നത്, when a book is written by a few authors of whom the first only is mentioned for the sake of brevity is. ഇപ്പോൾ നമുക്കറിയാം മെത്തഡോളജി, ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു റിസർച്ച് പേപ്പർ ആകുമ്പോൾ അതിൻ്റെ മെത്തഡോളജി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇബിഡ്, അതുപോലെ അറ്റോള്, ഇങ്ങനെയുള്ള ബിബ്ലിയോഗ്രഫിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇബിഡ് കാണാം, അതുപോലെ അറ്റോള് കാണാം. ഈ ഫുട് നോട്ട്സിലൊക്കെ നമുക്ക് കാണാൻ, അതുപോലെ ബിബ്ലിയോഗ്രഫിയിലൊക്കെ കാണാൻ സാധിക്കും. ഒരു പുസ്തകത്തിൻ്റെ എൻഡിലാണ് എന്ത് വരാം, ബിബ്ലിയോഗ്രഫി വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്യൂ ഓതേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മെൻഷൻ ചെയ്യുന്ന ഒരു അബ്രിവിയേഷനാണ് എന്ത്, 7ൻ്റെ ആൻസറായിട്ട് പറയുന്നത് അറ്റോൾ ആണ്. നമ്മൾ ഒരു ഓതറിനെ മാത്രം അവിടെ മെൻഷൻ ചെയ്തിട്ട്, അദ്ദേഹത്തിൻ്റെ പേര് മാത്രം മെൻഷൻ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ അറ്റ് ഡോട്ട് ഓൾ എന്നാണ് പിന്നീട് പറയാറുള്ളത്. അപ്പോൾ ഇറ്റ് മീൻസ് ഫ്യൂ ഓതേഴ്സ്. ഒരു പുസ്തകത്തിന് കുറച്ച് ഓതേഴ്സ് കൂടിയിട്ടാണ് ആ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 8th ക്വസ്റ്റ്യൻ പറയുന്നത്, author of the history of India as told by its own historians. Author of the history of India as told by its own historians. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ഓതർ ആരാണ് എന്നാണ് ചോദ്യമായിട്ട് പറയുന്നത്. ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആസ് ടോൾഡ് ബൈ ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിയൻസ് ആരാണ്? തീർച്ചയായിട്ടും ഹെൻറി മിയേസ് എലിയട്ട്. ഹെൻറി മിയേസ് എലിയട്ടാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഓതറായിട്ട് പറയുന്നത്. 8ാമത്തെ ആൻസറായിട്ട് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹെൻറി മിയേസ് എലിയറ്റ്. എലിയറ്റ് ആൻഡ് ഡൗൺസൺ 2 പേര് കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആസ് ടോൾഡ് ബൈ ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിയൻസ് എന്ന് കാണാൻ സാധിക്കും. ഇനി 9th ക്വസ്റ്റ്യനായിട്ട് പറയുന്നത്, തൂസിഡൈഡ്സ് മോണ്യുമെൻ്റൽ വർക്ക്. നമുക്കറിയാം ഏതാണ്, ഹിസ്റ്ററി ഓഫ് പെലോപ്പനേസിയൻ വാർ. അതിൻ്റെ സെൻട്രൽ തീം ഈസ് ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ഏതൻസും അതുപോലെ വേറൊരു വിഭാഗക്കാരും കൂടി തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സെൻട്രൽ തീം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭാഗം എന്ന് പറയുന്നത് ഏതാണ്? തീർച്ചയായിട്ടും സ്പാർട്ട ആയിരിക്കും, സ്പാർട്ട. അപ്പോൾ ഏതൻസും സ്പാർട്ടയും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ ഓഫ് വാറാണ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പനേഷ്യൻ വാർ എന്ന തൂസിഡൈഡ്സിൻ്റെ മോണ്യുമെൻ്റൽ വർക്കിൽ കണ്ടൻ്റായിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് 10th ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഓൺലി 10th ക്വസ്റ്റ്യനാണ് ഞാനിവിടെ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. ഇനി 10th ക്വസ്റ്റ്യനായിട്ട് ഇതിൽ പറയുന്നത്, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്. ഇതിൽ റോങ് ആയിട്ട് മാച്ച്ഡ് ആയിട്ടുള്ള പുസ്തകം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ പ്രൊക്കോപ്പിയസ് ബുക്സ് ഓഫ് ദി വാർസ്, ജൂലിയസ് ആഫ്രിക്കാനസ് ക്രോണോഗ്രാഫിയ, യുസേബിയസ് ഡയലോഗ്സ് ഓൺ ഒറേറ്റർ, സെൻ്റ് അഗസ്റ്റീൻ്റെ പുസ്തകമാണ് ഇത്, സിറ്റി ഓഫ് ഗോഡ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, പ്രൊക്കോപ്പിയസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ബുക്സ് ഓഫ് ദി വാർ. അതുപോലെ ആഫ്രിക്കാനസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ക്രോണോഗ്രാഫിയ. യുസേബിയസ് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ്, പുസ്തകത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നു, ഡയലോഗ്സ് ഓൺ ഒറേറ്റർ. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ടാസിറ്റസ് ആണ്. അതുപോലെ സെൻ്റ് അഗസ്റ്റിൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് സിറ്റി ഓഫ് ഗോഡ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഡയലോഗ്സ് ഓൺ ഒറേറ്റർ എഴുതിയിട്ടുള്ളത് ടാസിറ്റസ് ആണ്. പക്ഷേ ഇവിടെ
കീഴിൽ കൊടുത്തിട്ടുള്ളത്. യൂസേബിയസ് ആണ് ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനായിട്ട് ഇവിടെ പറയുന്നത്. ബാക്കി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും വീഡിയോ വേണ്ടവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഡിസ്കഷനിലൂടെ തന്നെ നമുക്ക് ഈ ഒരു എക്സാമുകളൊക്കെ വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് ഓൺലി 10 ക്വസ്റ്റ്യൻസ് ആർ ഡിസ്കസ്ഡ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.